ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. യെസ്, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ എക്സാം ആണല്ലേ നാളെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മക്കൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗോത്ര സമൂഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. Question 1. Write the name of tribal community in Kerala. കേരളത്തിൽ പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റികൾ, ഗോത്ര സമൂഹത്തിന്റെ 2 പേര് എഴുതാനാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, പക്ഷെ നിങ്ങൾ ഒരു 2 or 3 എണ്ണം പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? പണിയറുണ്ട്, ഇരുളറുണ്ട്, കാട്ടുനായ്ക്ക്, ഊരാളി, അടിയാർ. ഇതൊക്കെ എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഗോത്ര സമൂഹങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു 2 എണ്ണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കാം. മറ്റൊന്ന് ചോദിക്കാനുള്ളത് മക്കളെ, ഗോത്ര സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം മറ്റു സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. ഗോത്ര സമൂഹത്തിന്റെ സവിശേഷതകളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക എന്നതാണ് ചോദ്യം. ഓക്കെ, ഏതൊക്കെയാ നോക്കിയാലോ? ഗോത്രവർഗത്തിൽ പെടുന്നവർ പൊതുവെ എവിടേക്കാ? മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിന് മുകളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകൾ. ഓക്കെ, താഴ്വരകളിലൊക്കെ ആയിരിക്കും അല്ലെ. താഴ്വരകളിലൊക്കെയാണ് ആര് താമസിക്കുക? നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ താമസിക്കുന്നത്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാലീസിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിലോ ഹിൽസിലോ ഒക്കെയാണ് താമസിക്കുന്നത്. മറ്റൊന്ന്, ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ. അവർക്ക് പരമ്പരാഗതമായിട്ട് എന്താണ്? യെസ്, വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തുമൊക്കെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരിൽ പലരും യെസ്, കുലത്തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലിവ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ സ്പീക്ക് എ യുണീക് ലാംഗ്വേജ് അല്ലെ. ലാംഗ്വേജ് യുണീക് ടു ദം ഈസ് കോൾഡ് ദ ട്രൈബ് അല്ലെ. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഗോത്ര സമൂഹത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. മറ്റൊന്ന്, ദേ ഫോളോ യുണീക് കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അവർക്ക് തനതായ രീതിയിൽ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ഏരിയയെ നമ്മൾ ഊരെന്നാണ് പറയാ. ഈ ഊരിൽ ഒരു ഊരുമൂപ്പനൊക്കെ ഉണ്ടാവും. ആ ഊരുമൂപ്പനാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2 or 3 പോയിന്റ്സ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു 4 എണ്ണം എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് നിർബന്ധമായി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. പഠിക്കാതെ പോകരുത്. ഓക്കെ, ബൈ.